CMA USA എക്സാമിലെ എസ്സേ സെഷൻ അല്ലെങ്കിൽ സിനാരിയോ സെഷൻ പലരും ചിന്തിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പലരും അതിനെ കണ്ടിട്ടുള്ളത് ഒരു വില്ലനായിട്ടാണ്. അപ്പോൾ പലർക്കും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് CMA USA എക്സാമിലെ എസ്സേ സെഷനെ കുറിച്ചിട്ട്. നമുക്ക് എസ്സേ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. പക്ഷേ അതിനു മുമ്പ് നമുക്ക് പ്രധാനപ്പെട്ട 1-2 തെറ്റിദ്ധാരണകൾ നീക്കാം. ആദ്യം എസ്സേയെക്കുറിച്ചിട്ട് പ്രധാനപ്പെട്ട 2 തെറ്റിദ്ധാരണകളിൽ ഒന്ന് എന്ന് പറയുന്നത്, നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് IMA ഇങ്ങനെ ഒരു സെഷൻ വെച്ചിട്ടുള്ളതെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലൊക്കെ CA എക്സാമിനൊക്കെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഇത് അതുകൊണ്ടൊന്നുമല്ല, നിങ്ങളുടെ അപ്ലിക്കേഷൻ ഓഫ് നോളജ്, നിങ്ങളെ ഭാവിയിൽ അവരൊരു CEO CFO ഒക്കെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പൊസിഷനിലെത്തിയാൽ ഈ പഠിച്ച നോളജൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ കാപ്പബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ IMA എസ്സേ സെഷൻ അല്ലെങ്കിൽ സിനാരിയോ സെഷൻ വെച്ചിട്ടുള്ളത്. രണ്ടാമത്തെ തെറ്റിദ്ധാരണ, ഒരുപാട് പേർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ്, എസ്സേ സെഷനിലെത്തിയാൽ നമ്മൾ എന്തായാലും CMA പാസ്സാവുമെന്ന് പലരും ചിന്തിക്കാറുണ്ട്. എസ്സേ എത്തുക എന്നുള്ളതാണ് അൾട്ടിമേറ്റായിട്ട് പാസ്സാവാനുള്ള ഫസ്റ്റ് ക്രൈറ്റീരിയ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതിൽ ചെറിയൊരു തെറ്റുണ്ട്. 50% മാർക്ക് നിങ്ങൾ MCQയിൽ സ്കോർ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ CMA എസ്സേ സെഷനിലേക്ക് എത്തും. നമ്മുടെ നാട്ടിലെ പോലെയുള്ള ഒരു സിസ്റ്റമല്ല IMA USA CMA എക്സാമിൻ്റെ മാർക്കിടുന്ന അൽഗോരിതം. ഓക്കെ, അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് 200 മാർക്ക് ഒരു ആദ്യമേ IMA ഇട്ട് വെച്ചിട്ടുണ്ടാവും. പിന്നെ 50 മാർക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ നിങ്ങൾ സ്കോർ ചെയ്താൽ 50 മാർക്സായി, ഓട്ടോമാറ്റിക്കലി 500ൻ്റെ 50% ആയി, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എസ്സേയിലേക്ക് എത്തും. അതാണ് IMAൻ്റെ ഒരു അൽഗോരിതം. ഒരു പർട്ടിക്കുലർ ത്രഷോൾഡ് എത്തുമ്പോൾ മാത്രമാണ് ഈ 200 മാർക്സ് മാറിയിട്ട് നിങ്ങളെ ടോട്ടൽ സ്കോറിങ്ങിൻ്റെ രീതിയിലേക്ക് മാറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊരു പാസിങ്ങിൻ്റെ റേഞ്ചിലേക്ക് എത്തുമ്പോഴാണ് ആ സിസ്റ്റം വരിക. അതെന്തുകൊണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എസ്സേ എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് CMA USA എക്സാമിൽ. കാരണം ജസ്റ്റ് 50 മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്താൽ യു ആർ ഗോയിങ് ടു ബി ദർ ഫോർ എസ്സേ സെഷൻ. ഓക്കെ, സോ നമുക്ക് അപ്പോൾ 2 തെറ്റിദ്ധാരണകൾ നിങ്ങൾ മാറ്റുമെന്ന് തോൽപ്പിക്കാനല്ല, നിങ്ങൾ അപ്ലിക്കേഷൻ ഓഫ് നോളജ് ചെക്ക് ചെയ്യാനുള്ളതാണ് CMA എക്സാമിലെ എസ്സേ. 2, നിങ്ങൾ എസ്സേ സെഷനിൽ എത്തിയെന്ന് കരുതി നിങ്ങൾ എക്സാം പാസ്സായിക്കോണമെന്നില്ല. അപ്പോൾ എക്സാം പാസ്സാവാൻ വേണ്ട സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ടിപ്സ് എന്തൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് കമ്മിങ് വീഡിയോസിൽ പറയാം. കീപ് വാച്ചിങ്, കീപ് ഫോളോയിങ് അസ്.